നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഉറക്കത്തിൽ മിക്കവാറും സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. ചിലരാകട്ടെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ സ്വപ്നങ്ങളിൽ ദേവതകളായിരിക്കും വരുന്നത്, ദേവന്മാരായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. പല കാര്യങ്ങൾ കാണുമ്പോഴും അത് ആ നേരം നമ്മുടെ മനസ്സിലത് ഓർമ്മയുണ്ടാകും. പിന്നെ രാവിലെ എണീറ്റ് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് പലർക്കും അത് ഓർമ്മ കാണുകയുമില്ല. ദൈവങ്ങളെ സ്വപ്നത്തിൽ കാണുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്താണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നവരാകും പലരും. അപ്പോൾ അവർക്കായി പറയുകയാണ്, ദൈവങ്ങളെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മഹാഗണപതി, അതായത് സ്വപ്നത്തിൽ വിഘ്നങ്ങൾ തീർക്കുന്ന വിനായകൻ, സാക്ഷാൽ മഹാഗണപതിയെ സ്വപ്നം കാണാറുണ്ട് ചിലർ. അതിൻ്റെ അർത്ഥം ഗണേശനെ സ്വപ്നം കണ്ടാൽ ഐശ്വര്യം, പേര്, പ്രശസ്തി, സമൃദ്ധി, സന്തോഷം എന്നിവ ഭവിക്കുമെന്നതിൻ്റെ സൂചനയാണ് സാക്ഷാൽ ഗണപതി ഭഗവാനെ സ്വപ്നം കാണുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വസനീയമായ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ സമ്പത്തും സമൃദ്ധിയും ലഭിക്കുമെന്നും ഇത് അർത്ഥമാക്കുന്നു. അപ്പോൾ ഇനി ഗണപതി ഭഗവാനെ സ്വപ്നം കണ്ടാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഫലം ഇങ്ങനെയാണ്. അടുത്തതിന് ദുർഗാദേവി സ്വപ്നം കണ്ടാൽ നിങ്ങളിൽ സമൃദ്ധിയാണെന്ന് സൂചിപ്പിക്കാൻ ദുർഗാദേവി നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതാകാം. ദുർഗാദേവി നമ്മുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ദേവി സമൃദ്ധിയാണെന്നാണ്. നമ്മൾക്ക് എല്ലായ്പ്പോഴും ദേവിയുടെ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും നമുക്ക് ദേവിയുടെ മുൻജന്മ കടമുണ്ടെന്നും അത് നിറവേറ്റണമെന്നും ഇത് അർത്ഥമാക്കുന്നു. ദേവിയുടെ സംരക്ഷണം ഉണ്ടെന്നും നമുക്ക് ദേവിയോട് എന്തെങ്കിലും മുൻജന്മത്തിൽ, അതായത് മുൻപേ കടന്നു വന്ന ജന്മത്തിൽ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് നമ്മൾ നിറവേറ്റണമെന്നുമാണ് അർത്ഥമാക്കുന്നത്. അതായത് എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിൽ അത് നിറവേറ്റണമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നാരദനെ സ്വപ്നം കണ്ടാൽ സമീപ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുമെന്നാണ് നാരദ ഋഷി സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത്. നാരദൻ പണ്ടത്തെ കാലത്ത് വാർത്തകൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ നാരദനായിരുന്നല്ലോ എത്തിക്കുന്നത്. ഇന്നല്ലേ ഫോണും മൊബൈൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നത്. അപ്പോൾ നല്ല വാർത്തകൾ ലഭിക്കുമെന്നാണ് നാരദനെ സ്വപ്നം കണ്ടാൽ അർത്ഥമാകുന്നത്. ആ വാർത്തകൾ ശ്രവിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾക്കിടയിൽ ചില വിള്ളലുകളും ഉണ്ടാകാം. നല്ല വാർത്തകളാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഒരാൾക്ക് നല്ലതായിട്ടുള്ളതാണെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ ദോഷമായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിള്ളലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നാരദ മഹർഷി സ്വപ്നം കണ്ടാൽ അർത്ഥമാക്കുന്നത്. ഈ നരസിംഹം, നിഷേധാത്മക പ്രഭാവങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നാണ് നരസിംഹ ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ സൂചിപ്പിക്കുന്നത്. കൂടാതെ എല്ലാ ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണവും അനുഗ്രഹവും ലഭിക്കും. നരസിംഹസ്വാമിയെ സ്വപ്നം കണ്ടാൽ ഒരിക്കലും പേടിക്കേണ്ടതില്ല. എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷിക്കുമെന്നാണ് ആ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ അർത്ഥം. പരമശിവൻ, മഹാദേവൻ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ഉടൻ ലഭിക്കുമെന്നാണ് പരമശിവനെ സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ കണ്ട് മഹാദേവനെ ദർശിച്ചാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അദ്ദേഹം മോചനം തരുമെന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി മഹാവിഷ്ണു, സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി ഇതെല്ലാം തരുന്നതാണ് മഹാവിഷ്ണുവിനെ സ്വപ്നം കാണുകയാണെങ്കിൽ അർത്ഥമാകുന്നത്. ഇനി ബ്രഹ്മദേവനെ സ്വപ്നം കാണുന്നത് ശുഭകരമാണ്. സന്തോഷവും സമൃദ്ധിയും ആസ്വദിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ബ്രഹ്മദേവനെ സ്വപ്നം കാണുന്നതിൻ്റെ ഫലം. ശ്രീകൃഷ്ണൻ, വിവാഹിതരാണെങ്കിൽ പങ്കാളിയുമായി സമാധാനപരമായ ദാമ്പത്യ ബന്ധം ഉണ്ടായിരിക്കുമെന്നും അവിവാഹിതരാണെങ്കിൽ അനുയോജ്യമായ പങ്കാളികളെ കണ്ടെത്തുമെന്നും സൂചിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്വപ്നത്തിൽ ദർശിച്ചാൽ സ്വപ്നത്തിൽ കൃഷ്ണൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ആത്മീയമായി ഉയരത്തിലെത്തുമെന്നാണ്. രാധാകൃഷ്ണ സമേതനായിട്ടുള്ള ഭാവത്തിൽ സ്വപ്നം കണ്ടാൽ മനോഹരമായ പ്രണയം ഉണ്ടാകുമെന്നാണ്. അതായത് പ്രണയ ദിവസത്തിൽ പറയുകയാണ്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുകയാണെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾക്ക് രാധാകൃഷ്ണ സമേതനായ രാധാകൃഷ്ണൻ, അതായത് ഭഗവാൻ കൃഷ്ണൻ രാധീ സമേതനായിട്ടുള്ള കൃഷ്ണനെയാണ് കാണുന്നതെങ്കിൽ മനോഹരമായൊരു പ്രണയം ഉണ്ടാകുമെന്നും പ്രണയമുള്ളവർക്ക് അത് മനോഹരമായി തന്നെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ശ്രീരാമൻ,
സ്വപ്നത്തിലെ ശ്രീരാമൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജോലികൾ എല്ലാം വിജയകരമായി പൂർത്തിയാക്കപ്പെടുമെന്നാണ് ഭഗവാൻ ശ്രീരാമനെ സ്വപ്നം കണ്ടാൽ അർത്ഥമാകുന്നത്. ഇനി ഹനുമാനെ സ്വപ്നം കാണുന്നത് എതിരാളികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കുമെന്നാണ്. അതായത് നമ്മൾക്ക് ആരെങ്കിലും എതിരാളികൾ ഉണ്ടെങ്കിൽ അവരുടെ ശല്യം ഇനി അങ്ങോട്ട് തുടരെ ഉണ്ടാകില്ല, അതിൽ നിന്നൊരു മോചനം നമുക്ക് ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഭഗവതി, അതായത് ദേവി, അമ്മ, എല്ലാ വിട്ടുമാറാത്ത രോഗങ്ങളും അവസാനിക്കുകയും ആരോഗ്യവും സമൃദ്ധിയും പ്രധാനമാവുകയും ചെയ്യുമെന്നാണ് ഭഗവതി, അതായത് ദേവി നമ്മളെ സൂചിപ്പിക്കുന്നത് സ്വപ്നത്തിലൂടെ വന്ന്. സീതാദേവിയെ സ്വപ്നത്തിൽ കാണുന്നത് സൂചിപ്പിക്കുന്നത് ആത്യന്തികമായി നിങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഭവിക്കുമെന്നാണ് സീതാദേവിയെ സ്വപ്നത്തിൽ കണ്ടാൽ സൂചിക്കുന്നത്. രാധാദേവി, അവിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായൊരു ഇണയെ ലഭിക്കുമെന്നും വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ പിന്തുണയുണ്ടാകുമെന്നുമാണ് രാധാദേവിയെ സ്വപ്നം കണ്ടാൽ അർത്ഥമാകുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. തുടർന്ന് വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമസ്കാരം.